ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഓഫർ എന്ന ഏരിയയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആക്സെപ്റ്റൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടും എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഓഫർ എന്താണെന്ന് നോക്കാം. സോ ഓഫർ അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് പ്രപ്പോസൽ. ആക്ച്വലി ഇംഗ്ലീഷ് ലോയിലാണ് ഓഫർ എന്നുള്ളൊരു ടേം ഉള്ളത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഓഫറിന് പറയുന്നത് പ്രപ്പോസൽ എന്നാണ്. പ്രപ്പോസൽ എന്ന ടേമാണ് നമുക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ കാണാൻ സാധിക്കുക. സോ സെക്ഷൻ 2A ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡിഫൈൻസ് എ പ്രപ്പോസൽ ആസ് വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു or to abstain from doing anything with a view to obtaining the assent of the other to such act or abstinence, he is said to make a proposal. അപ്പം പ്രപ്പോസലിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അയാളുടെ വില്ലിങ്നെസ് അറിയിക്കുകയാണ് ഒരു കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യില്ല എന്നോ. ഓക്കെ, ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്നോ ഇന്ന കാര്യം ഞാൻ ചെയ്യില്ല എന്നോ ഉള്ള കാര്യം അയാൾ വില്ലിങ്നെസ് അറിയിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദ അതർ, മറ്റൊരാളുടെ സമ്മതം ലഭിക്കാൻ വേണ്ടി. ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ്, അയാൾ ചെയ്യാമെന്നോ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യത്തിന് ഓപ്പോസിറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അയാളുടെ സമ്മതം ലഭിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുമ്പോൾ അതിനെ ഒരു പ്രപ്പോസൽ കൊടുക്കുക എന്നാണ് പറയുക. ഹീ സെഡ് ടു മേക്ക് എ പ്രപ്പോസൽ. ഇങ്ങനെയാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം പ്രപ്പോസലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ പ്രപ്പോസലിൻ്റെ കേസ് പറയുമ്പം ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഈസ് നോൺ ആസ് പ്രപ്പോസർ ഓർ ഓഫറർ. ആരാണോ പ്രപ്പോസൽ കൊടുക്കുന്നത് അവരെ പ്രപ്പോസർ അല്ലെങ്കിൽ ഓഫറർ എന്ന് പറയാം. ആൻഡ് ദ പേഴ്സൺ ടു ഹും ഇറ്റ് ഈസ് മെയ്ഡ് ഈസ് നോൺ ആസ് ഓഫറി. ആർക്കാണോ ഈ ഓഫർ കൊടുത്തത് അവരെ ഓഫറി എന്ന് പറയാം. ദെൻ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓഫറർ കൊടുത്ത ഓഫറി ആക്സെപ്റ്റ് ചെയ്തു. ദെൻ ഓൺ ആക്സെപ്റ്റൻസ് ഓഫ് ദ പ്രപ്പോസൽ ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസർ. ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഫറർ അതുപോലെ തന്നെ ഓഫറി എന്നുള്ള പേര് മാറി ഓഫറർ ആരാവും? പ്രോമിസർ എന്ന പേരായിട്ട് മാറും. അതുപോലെ തന്നെ ദ പേഴ്സൺ ആക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസി അല്ലെങ്കിൽ ആക്സെപ്റ്റർ. ഓക്കെ, ഇങ്ങനെ ആണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിൽ വരുന്ന പാർട്ടീസ് അറിയപ്പെടുന്നത്. ഓഫറർ ആൻഡ് ഓഫറി അല്ലെങ്കിൽ പ്രോമിസർ ആൻഡ് ആക്സെപ്റ്റർ. ഓക്കെ, സോ ആ ഡെഫിനേഷൻ പറയുന്ന പ്രകാരം ഒരു ഓഫറിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഓഫർ എങ്ങനെയാണ് നടത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. എന്താണ് ആ ഓഫർ കൊടുക്കുമ്പോൾ ഒരാളൊരു കാര്യം ചെയ്യാമെന്ന് വില്ലിങ്നെസ്സിലൂടെ ആയിരിക്കണം പറയുന്നുണ്ടാവുക. ദെൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു അനദർ പേഴ്സൺ. ആ ഓഫർ കൊടുത്തിരിക്കുന്ന മറ്റു ഒരു വ്യക്തിക്കായിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസെൻറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. മറ്റൊരു വ്യക്തിയുടെ സമ്മതം ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഓഫർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ആൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഇൻറ്റൻഷനും ഉണ്ടായിരിക്കണം. ഇത്ര കാര്യങ്ങൾ വന്നാൽ മാത്രമേ അതൊരു ഓഫറായിട്ട് മാറുള്ളൂ. ദെൻ ഓഫർ എക്സ്പ്രസ് ഓഫറും ഇംപ്ലൈഡ് ഓഫറായിട്ടും പറയാം. അതുപോലെ തന്നെ സ്പെസിഫിക് ഓഫർ, ജനറൽ ഓഫർ, ഇങ്ങനെ രണ്ട് രീതിയിൽ ഓഫറിനെ പറയുന്നുണ്ട്. സോ എക്സ്പ്രസ് ഓഫർ ആൻഡ് ഇംപ്ലൈഡ് ഓഫർ എന്താണെന്ന് നോക്കാം. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ വെൻ ആൻ ഓഫർ ഈസ് മെയ്ഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ഈസ് ആൻ എക്സ്പ്രസ് ഓഫർ. അതായത് ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് ബൈ വേർഡ്സ് ആയിട്ടോ പറയുകയോ റിട്ടൺ ആയിട്ടോ കൊടുക്കുന്ന ഓഫറുകളെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇംപ്ലൈഡ് ഓഫറാണ്. An offer made otherwise than in words is an implied offer. ഡയറക്റ്റായിട്ട് വേർഡ്സ് ആയിട്ട് കൊടുക്കാത്ത ഓഫറുകളെയാണ് എന്ത് പറയുക? ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. അതൊരു പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിൽ ഉയർന്നു വരുന്ന ഓഫേഴ്സാണ്. Okay, for example, when a transport company runs a bus on a particular route, there is an implied offer when the transport company to carry passengers for a certain fare. അതായത് ഒരു ബസ് ഒരു റൂട്ടിൽ ഓടുന്നുണ്ടെങ്കിൽ അതൊരു ഇംപ്ലൈഡ് ഓഫറാണ്. അതവിടെ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ആരോടും പരസ്യമായിട്ട് പറയണമെന്നുമില്ല. പക്ഷെ ഒരു ഇംപ്ലൈഡ് ഓഫറാണ്. എന്താണ്? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ ഫെയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ അവരെ കൊണ്ടുപോയി ഇറക്കും എന്നുള്ളൊരു ഇംപ്ലൈഡ് ഓഫർ കൊടുക്കുകയാണ്. സോ അങ്ങനെയുള്ള ഓഫറുകളെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സ്പെസിഫിക് ഓഫറും അതുപോലെ തന്നെ ജനറൽ ഓഫറും.
സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ വെൻ ദ ഓഫർ ഈസ് മെയ്ഡ് ടു എ ഡെഫിനിറ്റ് പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഓഫർ. ഒരു ഓഫർ കൊടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടോ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സണിന് വേണ്ടിയിട്ടോ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള ഓഫറുകളെയാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആരാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ ആ ഓഫർ ഒരു വേൾഡിന് മുഴുവനായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് മുഴുവനായിട്ടും കൊടുക്കുന്ന ഓഫറുകളെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. അതിൽ ആരെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. ഒരു വാലിഡ് ഓഫറിൽ വേണ്ട ലീഗൽ റൂൾസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ ആണ് ലീഗൽ റിലേഷൻഷിപ്പ് ഈസ് റിക്വയർഡ്. ഒരു പ്രൊപ്പോസൽ ഒരിക്കലും ഒരു പ്രോമിസർ കൊടുക്കുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്ത് ആക്ച്വൽ പ്രൊപ്പോസലും ആക്സെപ്റ്റൻസും ആകണമെങ്കിൽ അവർ തമ്മിൽ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് ദ ടേംസ് ഓഫ് ദ ഓഫർ മസ്റ്റ് ബി സെർട്ടൈൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വേഗ്. അതായത് ഓഫറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡെഫിനിറ്റ് ആയിരിക്കണം, കൃത്യതയുള്ളതായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബി സെയ്സ് ടു എ ഐ വിൽ സെൽ യു എ കാർ ആൻഡ് ബി ഓൺസ് 3 cars, ദ ഓഫർ ഈസ് നോട്ട് ഡെഫിനിറ്റ്. അതായത് ബി എയോട് പറയാണ് ഞാൻ നിനക്ക് എൻ്റെ ഒരു കാറ് തരാം എന്ന് ഓഫർ കൊടുക്കുന്നു. പക്ഷേ ബിക്ക് 3 കാറുകൾ ഉണ്ടായിരുന്നു. ഇതിലേത് കാറാണ് സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നില്ല. അങ്ങനെ പറയുന്ന കേസിൽ അതൊരു ഡെഫിനിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ആയിട്ടുള്ള ഓഫറായിട്ട് കണക്കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് വൺ ആണ് ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. ഒരു ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടും ഓഫറിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ഇൻ ദ പ്രോപ്പർ മാനർ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തിടത്തോളം അതൊരു ഓഫറായിട്ട് മാറില്ല. നെക്സ്റ്റ് വൺ ആണ് ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദ അതർ. ഓഫർ കൊടുക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ സമ്മതം ലഭിക്കാനായിട്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരാൾ പറയാണ് ഐ എം തിങ്കിങ് ഓഫ് സെല്ലിങ് മൈ കാർ. ഞാൻ എൻ്റെ ഒരു കാറ് വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കാറ് വിൽക്കണമെന്ന് വിചാരിക്കുകയാണ്. അതൊരിക്കലും ഒരു ഓഫറല്ല. അപ്പം ആ പറയുന്ന വ്യക്തി അത് വാങ്ങണമെന്ന് ചിലപ്പോൾ ഇയാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ആ വ്യക്തിയോട് വാങ്ങാൻ വേണ്ടി പറയുന്ന ഒരു ഓഫറല്ല. പക്ഷേ കറക്റ്റായിട്ട് പറയാണ് ഐ വിൽ സെൽ യു മൈ കാർ ഫോർ റുപ്പീസ് 1 lakh. 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ കാറ് നിനക്ക് തരാം എന്ന് പറയുകയാണെങ്കിൽ അതായത് അതൊരു വാലിഡ് ആയിട്ടുള്ള ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ അതിൽ ദ അതർ പാർട്ടി സമ്മതിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം ആ ഓഫർ പറയുന്നുണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഓഫർ മേ ബി കണ്ടീഷണൽ. ഓഫർ എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു കാര്യം പറയുക മാത്രമല്ല, അതിൽ കുറേ കണ്ടീഷൻസ്, അഡീഷണൽ കണ്ടീഷൻസും കൂടെ ഉണ്ടാവാം. ഓക്കെ, സോ അങ്ങനെ കണ്ടീഷൻസ് ഉള്ള ഓഫർ ആണെങ്കിൽ ആ കണ്ടീഷൻസും കൂടെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതൊരു വാലിഡ് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ആയിട്ട് മാറുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ദ ടേം നോൺ കംപ്ലൈൻസ് ഓഫ് വിച്ച് മേ ബി അസ്യൂംഡ് ടു amount to acceptance. അതായത് ഒരു ഓഫറിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി പാടില്ല, ഒരു സർട്ടേൺ ഡേറ്റിനുള്ളിൽ എനിക്ക് റിട്ടേൺ ആയിട്ട് ഉത്തരമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാനിത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കണക്ക് കൂട്ടും എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ഓഫർ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബി എയോട് ഒരു ലെറ്ററിൽ എഴുതി പറയാണ് ഐ വിൽ സെൽ യു മൈ ബജാജ് സ്കൂട്ടർ ഫോർ ₹23,000. ഞാൻ നിനക്ക് എൻ്റെ ബജാജ് സ്കൂട്ടർ 23,000 രൂപയ്ക്ക് സെല്ല് ചെയ്യാം. ആൻഡ് ഇഫ് യു ഡു നോട്ട് റിപ്ലൈ ഐ ഷാൽ അസ്യൂം യു ഹാവ് ആക്സെപ്റ്റഡ് ദ ഓഫർ. നീ ഈ ലെറ്ററിന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നീ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കും. ഒരിക്കലും ഒരു ഓഫറല്ല, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആവാനുള്ള ഒരു ഓഫറായിട്ട് ഒരിക്കലും ഇതിനെ കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ദാറ്റ് മീൻസ് ഒരു ഓഫറിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ഒരിക്കലും ഒരു ഓഫറല്ല. ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് കീപ്പർ വിൻഡോ സെയിൽ നടന്ന പ്രൈസ് ടാഗ്സ് ഒക്കെ ഇട്ടിട്ട് അവരുടെ ഷോപ്പിൽ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്, ഗുഡ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതൊക്കെ പബ്ലിക്കിന് ഇൻവിറ്റേഷനാണ്. ഒരു ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷനാണ്. അതൊരിക്കലും ആക്ച്വൽ ഒരു ഓഫറായിട്ട് മാറില്ല. അത് ജസ്റ്റ് ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമേ ആവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കൊട്ടേഷൻസ്, കാറ്റലോഗ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ന്യൂസ് പേപ്പർ ഫോർ സെയിൽ, ഇതൊന്നും ഒരിക്കലും ഓഫേഴ്സ് അല്ല. അതൊക്കെ ഇൻവിറ്റേഷൻ ടു ഓഫർ, പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക് ഓഫർ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ മാത്രമാണ്. സോ അങ്ങനെയുള്ള ഇൻവിറ്റേഷൻസ് ഒന്നും ഒരിക്കലും ഒരു ഓഫറായിട്ട് കണക്ക് കൂട്ടില്ല. സോ ഇതൊക്കെയാണ് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഓഫറാണ്. ഓഫറിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ,
ഓൺ ദ ബേസിസ് ഓഫ് ഓഫറീസ്, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ. ഇങ്ങനെ 3 രീതിയിൽ 3 ബേസിസിൽ ഓഫറിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ, അത് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഓഫറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. എക്സ്പ്രസ് ഓഫർ എന്താണ്, ഇംപ്ലൈഡ് ഓഫർ എന്താണ്. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ ബൈ വേർഡ്സിലൂടെയോ റിട്ടൺ ആയിട്ടോ കൃത്യമായിട്ട് ഓഫർ പറയുമ്പോൾ അതിനെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ വേർഡ്സിലൂടെയോ റിട്ടൺ ഡോക്യുമെൻറ്റിലൂടെയോ ഒന്നും പറയാതെ ഓരോ സർക്കംസ്റ്റാൻസസിൽ അറേസ് ചെയ്യുന്ന ഓഫേഴ്സിനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ഓഫറീസ് ആണ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഓഫറീസും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് സ്പെസിഫിക് ഓഫർ ആൻഡ് ജനറൽ ഓഫർ. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺസിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഓഫർ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോ വേണ്ടി മാത്രം കൊടുക്കുന്ന ഓഫറിനെയാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ദെൻ ജനറൽ ഓഫർ എന്ന് പറയുന്നത് അത് ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും ആ ഓഫർ സ്വീകരിക്കാം. സോ അതാണ് സ്പെസിഫിക് ആൻഡ് ജനറൽ ഓഫർ. ആൻഡ് തേർഡ് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ. നേച്ചർ ഓഫ് ഓഫർ എന്ന് പറയുമ്പോൾ ഓഫേഴ്സിനെ ക്രോസ് ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ, ഇങ്ങനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, എന്താണ് ക്രോസ് ഓഫർ. ദാറ്റ് ഈസ് വെൻ 2 parties മേക്ക് ഐഡൻറ്റിക്കൽ ഓഫേഴ്സ് ടു ഈച്ച് അതർ ഇൻ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതേഴ്സ് ഓഫർ, the offers are cross offers. They shall not constitute acceptance of one offer by the other. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യങ്ങൾ, അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫേഴ്സ് 2 ഇൻഡിവിജ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണെന്ന് പറയാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ ഒരാൾ ബിയോട് പറയാണ്, എൻ്റെ കാറ് 1,00,000 രൂപയ്ക്ക് ഞാൻ നിനക്ക് തരാം. ഓക്കെ, ദെൻ ബി ഇത് അറിയുന്നില്ല, അറിയാതെ തന്നെ ബി തിരിച്ചൊരു ഓഫർ കൊടുക്കുകയാണ്, ഞാൻ 1,00,000 രൂപ തരാം, നിൻ്റെ കാറ് എനിക്ക് തരുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിൻ്റെ കാറ് ഞാൻ 1,00,000 രൂപയ്ക്ക് വാങ്ങാം എന്നുള്ള രീതിയിൽ ഒരു ഓഫറും കൂടെ കൊടുക്കുകയാണ്. ബട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല എന്താണ് ഓപ്പോസിറ്റ് പാർട്ടി ഒരു ഓഫർ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ഓഫറിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റായിട്ട് മാറും. ആൻഡ് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതർ ഓഫർ ലാപ്സായി പോവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, എ പറഞ്ഞ ഓഫർ ബി ആക്സെപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ആണെങ്കിൽ ആ ഓഫർ അവിടെ വാലിഡായി ഒരു കോൺട്രാക്റ്റായി മാറും. അതേസമയം ബി എക്ക് കൊടുത്ത ആ ഓഫർ അവിടെ ലാപ്സായി പോവുകയും ക്യാൻസലായി പോവുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ. ഓഫേഴ്സ് മെയ്ഡ് ഫോർ ദ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എ സെർട്ടൈൻ ആർട്ടിക്കിൾ അറ്റ് എ സെർട്ടൈൻ റേറ്റ് ഓവർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ഈസ് നോൺ ആസ് സ്റ്റാൻഡിങ് ഓഫർ. അതായത് ആ ഓഫർ കുറേ കാലത്തേക്ക് നിലനിൽക്കും. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നു, ഇന്ന കാലയളവിൽ ഇത്ര റേറ്റിന് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തോളാം എന്നുള്ള ഓഫറുകളെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, സച്ച് ഓഫേഴ്സ് ദോ ആക്സെപ്റ്റഡ് ഡു നോട്ട് ഗീവ് റൈസ് ടു എ കോൺട്രാക്ട് അൺലെസ് ദ ആക്ച്വൽ ഓർഡർ ഈസ് പ്ലേസ്ഡ്. അതായത് ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കോൺട്രാക്റ്റ് ആവില്ല, ആക്ച്വൽ ഓർഡർ നടന്നാൽ മാത്രമാണ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുക. അങ്ങനെയുള്ള ഓഫറുകളെയാണ് എന്ത് പറയുക, സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് ദ ഓഫറർ ക്യാൻ വിത്ഡ്രോ ഹിസ് ഓഫർ അറ്റ് എനി ടൈം ബിഫോർ ആൻ ഓർഡർ ഈസ് പ്ലേസ്ഡ് വിത്ത് ഹിം. ആ ഒരു ഓർഡർ പ്ലേസ് ആവുന്നതിന് മുന്നേ ഏത് സമയത്ത് വേണമെങ്കിലും ആ ഓഫറർക്ക് ആ ഓഫർ വിത്ഡ്രോ ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കൗണ്ടർ ഓഫർ. വെൻ ആൻ ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ് ആൻഡ് എ ന്യൂ ഓഫർ ഈസ് മേഡ്, ഇറ്റ് ഈസ് നോൺ ആസ് കൗണ്ടർ ഓഫർ. ആദ്യമുണ്ടായിരുന്ന ഒരു ഓഫർ റിജക്റ്റ് ചെയ്ത് ഒരു പുതിയൊരു ഓഫർ വെക്കുന്നതിനെയാണ് എന്ത് പറയുക, കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ബിയോട് പറയുകയാണ്, എനിക്കൊരു കാറുണ്ട്, അത് ഞാൻ 1,00,000 രൂപയ്ക്ക് ഞാൻ നിനക്ക് തരാം, നിനക്ക് വാങ്ങാൻ സമ്മതമാണോ എന്ന് പറഞ്ഞ് ഓഫർ എ ബിക്ക് കൊടുത്തു. എന്നാൽ ബി അത് തിരിച്ച് പറയുകയാണ്, 1,00,000 രൂപയ്ക്കല്ല 1,50,000 രൂപയ്ക്കാണെങ്കിൽ ഞാൻ നിൻ്റെ കാറ് വാങ്ങാം. അപ്പം ബി തിരിച്ചൊരു ഓഫർ കൊടുക്കുകയാണ് 1,50,000. സോ എന്ത് സംഭവിച്ചു, എ അത് സമ്മതിച്ചു. അപ്പം ബി എക്ക് കൊടുത്ത 1,50,000 ഓഫറാണ് ഒരു കോൺട്രാക്റ്റായിട്ട് മാറുക. ആ ഫസ്റ്റ് 1,00,000 ഉണ്ടായിരുന്ന ഓഫർ അവിടെ ക്യാൻസലായി പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഓഫറുകളെയാണ് എന്ത് പറയുക, കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. സോ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ, ഓഫേഴ്സിനെ ക്രോസ് ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ, അതുപോലെ തന്നെ കൗണ്ടർ ഓഫർ, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഓഫറിൽ നോക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. എന്താണ് ഓഫർ, ദെൻ ഓഫറിൻ്റെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ, ഒരു ഓഫറിന് വേണ്ട എസെൻഷ്യൽ അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓഫർ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സസൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്